ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലെല്ലാം ഞാൻ ചതച്ച് മാറ്റി വെച്ചേപ്പോണ്ട്. ഇതേ ഞാൻ ചിക്കൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് മുറിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ പെരിഞ്ചീരകവും 2 സ്പൂൺ കുരുമുളക് പൊടിയും 4 സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ ഉപ്പ് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. കാരണം ഉപ്പിട്ടാണല്ലോ വേവിച്ച് വെച്ചേക്കുന്നത്. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റോളം ഇത് മാറ്റി വെക്കണം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് 15 മിനിറ്റ് നമുക്ക് എല്ലാ അരപ്പും ഒന്ന് പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ചിക്കൻ വറുത്ത് കോരാനായിട്ട് ആദ്യം നമ്മൾ ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ചിക്കൻ വറുക്കാനും അച്ചാറിടാനും ഈ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചിക്കൻ കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്ത് കോരി എടുക്കാം. ചിക്കൻ ഒരുപാട് അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കരുത്. കാരണം നമുക്ക് കടിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് വറുത്ത് കോരി എടുക്കണം. ചിക്കൻ ഈ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കൻ ഞാൻ വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ വറ്റൽ മുളകും ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്ത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അപ്പൊ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പൊടികളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെക്കണം. 3 സ്പൂൺ കശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടി 2 സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ചേർക്കുക. ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചേക്കുന്നതിനൊക്കെ ഉപ്പുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചേക്കുന്ന ചിക്കനും കൂടാണ് ചേർക്കേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കണം. കൂടെ എന്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.